അധ്യായം 28 സൂറത്തുൽ ഖസസ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 88. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖാസീം മീം. ത്വാ സീൻ മീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ഇത് സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. നത്ലു അലൈക മിൻ നബഇ മൂസ വഫിർഔന ബിൽ ഹഖ് ലിഖൗമിൻ യുഅ്മിനൂൻ. സത്യത്തിൽ വിശ്വസിക്കുന്ന ജനതയ്ക്കു വേണ്ടി മൂസാ നബിയുടെയും ഫിർഔന്റെയും വൃത്താന്തങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ യഥാർത്ഥ നിലക്ക് താങ്കൾക്ക് നാം ഓതിത്തരുന്നു. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. തീർച്ചയായും ഫിർഔൻ നാട്ടിൽ അഹങ്കാരം പ്രവർത്തിക്കുകയും അവിടുത്തെ ആളുകളെ പല വിഭാഗങ്ങളാക്കുകയും ചെയ്തു. എന്നിട്ട് അവരിൽ ഒരു വിഭാഗത്തെ തങ്ങളുടെ ആൺകുട്ടികളെ അറുകൊല ചെയ്യുകയും പെൺകുട്ടികളെ ജീവനോടെ വിട്ടുകളയുകയും ചെയ്തുകൊണ്ട് അവൻ ബലഹീനമാക്കി. തീർച്ചയായും അവൻ വിനാശകാരികളിൽപ്പെട്ടവനായിരുന്നു. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. നാട്ടിൽ ബലഹീനരായി ഗണിക്കപ്പെടുന്നവർക്ക് ഔദാര്യം ചെയ്യണമെന്നും അവരെ നേതാക്കളും അനന്തരാവകാശികളും ആക്കണമെന്നും നാം ഉദ്ദേശിക്കുന്നു. ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. നാട്ടിൽ അവർക്ക് സ്വാധീനം നൽകാനും ഫിർഔനും ഹാമാനും അവരുടെ സൈന്യങ്ങൾക്കും ബലഹീനമായി ഗണിക്കപ്പെട്ടിരുന്ന ആ ജനതയിൽ നിന്നവർ ഭയപ്പെട്ടിരുന്നതെന്തോ അതവർക്ക് അനുഭവത്തിൽ കാണിച്ചു കൊടുക്കാനും നാം ഉദ്ദേശിക്കുന്നു. وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. മൂസാ നബിയുടെ മാതാവിന് നാം തോന്നിപ്പിച്ചു കൊടുത്തു, കുട്ടിക്ക് നീ മുല കൊടുക്കുക. ഇനി നിനക്ക് അവനെക്കുറിച്ച് ഭയമുണ്ടായാൽ അവനെ നീ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഇട്ടേക്കുക. ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട. തീർച്ചയായും അവനെ നാം നിനക്ക് മടക്കിത്തരുന്നതും പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. فالتقطه آل فرعون ليكون لهم عدوا وحزنا إن فرعون وهامان وجنودهما كانوا خاطئين. എന്നിട്ട് അനന്തരഫലം അവൻ നിങ്ങൾക്ക് ശത്രുവും വ്യസന കാരണവുമായി തീരുക എന്നതായിരുന്നു. അതിനുവേണ്ടി ഫിർഔന്റെ ആൾക്കാർ അവനെ നദിയിൽ നിന്ന് കണ്ടെടുത്തു. തീർച്ചയായും ഫിർഔനും ഹാമാനും അവരുടെ സൈന്യങ്ങളും അബദ്ധം പിണഞ്ഞവരായിപ്പോയി. وقالت امرأة فرعون قرة عين لي ولك لا تقتلوه عسى أن ينفعنا أو نتخذه ولدا وهم لا يشعرون. ഫിർഔന്റെ ഭാര്യ പറഞ്ഞു, ഈ കുട്ടി എനിക്കും താങ്കൾക്കും ഒരു കൺകുളിർമയായിരിക്കും. ഇവനെ നിങ്ങൾ കൊന്നുകളയരുത്. ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം. അല്ലെങ്കിൽ ഇവനെ നമുക്കൊരു സന്താനമാക്കി വെക്കാം. അവർ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നില്ല. وأصبح فؤاد أم موسى فارغا إن كادت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين.
മൂസായുടെ മാതാവിന്റെ ഹൃദയം കുട്ടിയെക്കുറിച്ചുള്ള ചിന്തയല്ലാത്ത മറ്റെല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ശൂന്യമായി തീർന്നു. അവളുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവളത് ആ രഹസ്യം പ്രകടമാക്കുമായിരുന്നു. അവൾ വിശ്വസിക്കുന്നവരിൽ പെട്ടവളാകാൻ വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്തത്. وقالت لأخته قصيه فبصرت به عن جنب وهم لا يشعرون. അവന്റെ മൂസാ നബിയുടെ സഹോദരിയോട് നീ അവന്റെ പിന്നാലെ ചെന്ന് അന്വേഷിക്കുക എന്നവർ പറഞ്ഞു. അപ്പോഴവൾ കുട്ടിയെപ്പറ്റി ദൂരെ നിന്ന് കണ്ടു മനസ്സിലാക്കി. അവരാകട്ടെ അതറിഞ്ഞില്ല. وحرمنا عليه المراضع من قبل فقالت هل أدلكم على أهل بيت يكفلونه لكم وهم له ناصحون. അതിനു മുമ്പ് മുല കൊടുക്കുന്ന സ്ത്രീകളെ നാം അവന് നിരോധിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇവനെ ഏറ്റെടുക്കുന്ന ഒരു വീട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അവർ ഇവന് ഗുണകാംക്ഷികളായിരിക്കുന്നതുമാണ്. فرددناه إلى أمه كي تقر عينها ولا تحزن ولتعلم أن وعد الله حق ولكن أكثرهم لا يعلمون. അങ്ങനെ അവന്റെ മാതാവിന്റെ കൺകുളിർക്കാനും അവർ വ്യസനിക്കാതിരിക്കാനും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യം തന്നെയാണെന്ന് അറിയേണ്ടതിനും വേണ്ടി അവനെ നാം അവൾക്ക് തിരിച്ചു കൊടുത്തു. പക്ഷേ മനുഷ്യരിൽ മിക്കപേരും വസ്തുതകൾ അറിയാത്തവരാണ്. ولما بلغ أشده واستوى آتيناه حكما وعلما وكذلك نجزي المحسنين. മൂസാ നബി യൗവനം പ്രാപിക്കുകയും ബുദ്ധിപരമായ പക്വതയെത്തുകയും ചെയ്തപ്പോൾ നാം അദ്ദേഹത്തിന് അധികാരവും അറിവും നൽകി. അപ്രകാരം സൽവൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. ودخل المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه قال هذا من عمل الشيطان إنه عدو مضل مبين. പട്ടണവാസികൾ അശ്രദ്ധയിലായിരുന്ന ഒരു സമയത്ത് മൂസാ അലൈഹിസ്സലാം അവിടെ പ്രവേശിച്ചു. അപ്പോൾ 2 പുരുഷന്മാർ അവിടെ ശണ്ട കൂടുന്നതായി അദ്ദേഹം കണ്ടു. ഒരാൾ തന്റെ കക്ഷിയിൽപ്പെട്ടവനും മറ്റേയാൾ ശത്രുപക്ഷത്തിൽപ്പെട്ടവനുമാണ്. അപ്പോൾ തന്റെ കക്ഷിയിൽപ്പെട്ടവൻ ശത്രുപക്ഷത്തിൽപ്പെട്ടവനെതിരിൽ സഹായം തേടി. അപ്പോൾ മൂസാ അലൈഹിസ്സലാം അവനെ മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുത്തു. അങ്ങനെ അവന്റെ കഥ കഴിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. തീർച്ചയായും പിശാച് മനുഷ്യരുടെ ശത്രുവും വ്യക്തമായും വഴി പിഴപ്പിക്കുന്നവനുമാണ്. അത് വ്യക്തവുമാണ്. قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരേണമേ. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. തീർച്ചയായും അവൻ വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. قال رب بما أنعمت علي فلن أكون ظهيرا للمجرمين. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, നീ എനിക്ക് അനുഗ്രഹം ചെയ്തു തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റവാളികൾക്ക് സഹായം ചെയ്യുന്നവനാവുകയില്ല. فأصبح في المدينة خائفا يترقب فإذا الذي استنصره بالأمس يستصرخه قال له موسى إنك لغوي مبين. അങ്ങനെ അദ്ദേഹം ആ പട്ടണത്തിൽ ഭയപ്പെട്ടവനും വീക്ഷിക്കപ്പെടുന്നവനുമായി. അപ്പോഴതാ
ഇന്നലെ അദ്ദേഹത്തോട് സഹായം തേടിയവൻ വീണ്ടും സഹായത്തിനായി നിലവിളിക്കുന്നു. മൂസ അലൈഹിസ്സലാം അവനോട് പറഞ്ഞു, തീർച്ചയായും നീ വ്യക്തമായ ഒരു ദുർമാർഗി തന്നെയാണ്. فلما أن أراد أن يبطش بالذي هو عدو لهما قال يا موسى أتريد أن تقتلني كما قتلت نفسا بالأمس إن تريد إلا أن تكون جبارا في الأرض وما تريد أن تكون من المصلحين. എന്നിട്ട് അദ്ദേഹം അവരിരുവരുടെയും ശത്രുവായവനെ പിടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു, മൂസ, നീ ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ? നീ നാട്ടിൽ ഒരു സ്വേച്ഛാധിപതിയായി തീരാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, നന്മ ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാവാൻ നീ ഉദ്ദേശിക്കുന്നില്ല. وجاء رجل من أقصى المدينة يسعى قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إني لك من الناصحين. പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരു പുരുഷൻ ഓടി വന്നു. അയാൾ പറഞ്ഞു, മൂസ, താങ്കളെ കൊല്ലാനായി നേതാക്കൾ താങ്കളുടെ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടനെ ഇവിടെ നിന്ന് പുറത്തു പോകണം. തീർച്ചയായും ഞാൻ താങ്കളുടെ ഗുണകാംക്ഷികളിൽപ്പെട്ടവനാണ്. فخرج منها خائفا يترقب قال رب نجني من القوم الظالمين. അപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടവനായും ഭവിഷ്യത്തിനെ വീക്ഷിച്ചവനായും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, അക്രമികളായ ജനതയിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. ولما توجه تلقاء مدين قال عسى ربي أن يهديني سواء السبيل. താൻ മദിയന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് ശരിയായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നേക്കാം. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. മദിയനിലെ വെള്ളത്തിങ്കൽ എത്തിയപ്പോൾ അതിന്റെ അടുത്ത് ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതായും അവർക്കപ്പുറത്തായി 2 സ്ത്രീകൾ തങ്ങളുടെ ആടുകളെ തടഞ്ഞു നിർത്തുന്നതായും അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇരുവരുടെയും കാര്യം എന്താണ്? അവർ പറഞ്ഞു, ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്ത് തിരിച്ചു കൊണ്ടുപോകുന്നതുവരെ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയില്ല. ഞങ്ങളുടെ പിതാവ് വലിയ വൃദ്ധനാണ്. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. അപ്പോൾ അദ്ദേഹം ആ 2 സ്ത്രീകൾക്ക് വേണ്ടി വെള്ളം എടുത്തുകൊടുത്തു. അനന്തരം അദ്ദേഹം ഒരു വൃക്ഷത്തിന്റെ തണലിലേക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് വല്ല നന്മയും നീ ഇറക്കിത്തരുന്നതിന് തീർച്ചയായും ഞാൻ ആവശ്യക്കാരനാണേ. فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا. فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين.
അങ്ങനെ ആ രണ്ടു സ്ത്രീകളിൽ ഒരുത്തി അദ്ദേഹത്തിന്റെ അടുത്ത് ലജ്ജയോടെ നടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ആടുകൾക്ക് വെള്ളം തന്നതിന്റെ പ്രതിഫലം തരാൻ വേണ്ടി എന്റെ പിതാവ് താങ്കളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിന് സംഭവം വിവരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഒട്ടും ഭയപ്പെടേണ്ട, അക്രമികളായ ജനതയിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين. ആ രണ്ടു പെൺമക്കളിൽ ഒരുത്തി പിതാവിനോട് പറഞ്ഞു, എന്റെ പിതാവേ, അദ്ദേഹത്തെ നമുക്ക് ഒരു കൂലിക്കാരനായി വെക്കുക. താങ്കൾ കൂലിക്ക് നിശ്ചയിക്കുന്നവരിൽ ഉത്തമൻ, ശക്തനും വിശ്വസ്തനും തന്നെയാണ്. قال إني أريد أن أنكحك إحدى ابنتي هاتين على أن تأجرني ثماني حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. അദ്ദേഹം പറഞ്ഞു, താങ്കൾ 8 വർഷം എനിക്ക് കൂലിപ്പണി എടുക്കണമെന്ന വ്യവസ്ഥയിൽ എന്റെ ഈ 2 പെൺമക്കളിൽ ഒരുത്തിയെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി 10 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ അത് താങ്കളുടെ ഇഷ്ടം. താങ്കൾക്ക് പ്രയാസമുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ സൽവൃദ്ധരിൽപ്പെട്ടവനായി താങ്കൾ എന്നെ കാണുന്നതാണ്. قال ذلك بيني وبينك أيما الأجلين قضيت فلا عدوان علي والله على ما نقول وكيل. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അത് എനിക്കും താങ്കൾക്കും ഇടയ്ക്കുള്ള തീരുമാനമാണ്. ആ 2 അവധിയിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ നിറവേറ്റുകയാണെങ്കിൽ പിന്നെ എന്നോട് അനീതി പാടില്ല. നാം പറയുന്നതിന് അള്ളാഹു സാക്ഷിയാകുന്നു. فلما قضى موسى الأجل وسار بأهله آنس من جانب الطور نارا قال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بخبر أو جذوة من النار لعلكم تصطلون. അങ്ങനെ മൂസ അലൈഹിസ്സലാം കാലാവധി പൂർത്തിയാക്കുകയും തന്റെ വീട്ടുകാരുമായി സ്വദേശത്തേക്ക് യാത്ര പോകുകയും ചെയ്തപ്പോൾ തൂർ പർവ്വതത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തീ കണ്ടു. അപ്പോൾ അദ്ദേഹം തന്റെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വഴി സംബന്ധിച്ച് വല്ല വിവരമോ നിങ്ങൾക്ക് തീ കായാനായി ഒരു തീക്കൊള്ളിയോ ഞാൻ കൊണ്ടുവന്നേക്കാം. فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أن يا موسى إني أنا الله رب العالمين. അങ്ങനെ അദ്ദേഹം അതിനടുത്തെത്തിയപ്പോൾ അനുഗ്രഹീതമായ ആ സ്ഥലത്തുള്ള താഴ്വരയുടെ വലതുഭാഗത്തു നിന്ന്, അതായത് അവിടെയുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു, ഹേ മൂസ, തീർച്ചയായും ഞാൻ ലോകനാഥനായ അല്ലാഹുവാകുന്നു. وأن ألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب يا موسى أقبل ولا تخف إنك من الآمنين. താങ്കളുടെ വടി താഴെയിടുക എന്നും വിളിച്ചു പറയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അത് താഴെയിട്ടു. അന്നേരം അതൊരു സർപ്പത്തെപ്പോലെ പിടഞ്ഞു നടക്കുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പിന്തിരിഞ്ഞോടി. പിന്നീട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഹേ മൂസ, മുമ്പോട്ട് വരൂ, താങ്കൾ ഭയപ്പെടേണ്ട, തീർച്ചയായും താങ്കൾ നിർഭയരിൽപ്പെട്ടവനാകുന്നു.
اسلك يدك في جيبك تخرج بيضاء من غير سوء واضمم إليك جناحك من الرهب فذلك برهانان من ربك إلى فرعون وملئه إنهم كانوا قوما فاسقين. താങ്കളുടെ കൈ കുപ്പായമാറിൽ കടത്തുക, എന്നാൽ യാതൊരു ദൂഷ്യവും കൂടാതെ തന്നെ അത് വെള്ള നിറമായി പുറത്തുവരും. ഭയത്തിൽ നിന്ന് മോചനം നേടാനായി നിന്റെ കൈ ശരീരത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. അങ്ങനെ അവ രണ്ടും, വടിയും കൈയും, ഫിർഔന്റെയും അവന്റെ പ്രധാനികളുടെയും അടുത്തേക്ക് താങ്കളുടെ റബ്ബിൽ നിന്നുള്ള രണ്ട് ദൃഷ്ടാന്തങ്ങളാകുന്നു. തീർച്ചയായും അവർ അക്രമികളായ ജനതയായിരിക്കുന്നു. قال رب إني قتلت منهم نفسا فأخاف أن يقتلون. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, അവരിൽ ഒരാളെ ഞാൻ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. وأخي هارون هو أفصح مني لسانا فأرسله معي يرد أن يصدقني إني أخاف أن يكذبون. എന്റെ സഹോദരൻ ഹാറൂൺ എന്നേക്കാളും സംസാര വൈഭവമുള്ളവനാണ്. അതിനാൽ അദ്ദേഹത്തെ എന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്ന ഒരു സഹായകനായി എന്നോടൊപ്പം പ്രവാചകത്വം നൽകി അയച്ചു തരണമേ. തീർച്ചയായും അവരെന്നെ നിഷേധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. قال سنشد عضدك بأخيك ونجعل لكما سلطانا فلا يصلون إليكما بآياتنا أنتما ومن اتبعكما الغالبون. അള്ളാഹു പറഞ്ഞു, നിന്റെ സഹോദരനെ കൊണ്ട് നിന്റെ കൈക്ക് നാം ബലം കൂട്ടിത്തരാം. നിങ്ങൾ ഇരുവർക്കും നാം വിജയം നൽകുകയും ചെയ്യും. അതിനാൽ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ പിന്തുടർന്നവരും വിജയിക്കുന്നവർ തന്നെയാണ്. فلما جاءهم موسى بآياتنا بينات قالوا ما هذا إلا سحر مفترى وما سمعنا بهذا في آبائنا الأولين. അങ്ങനെ മൂസ അലൈഹിസ്സലാം പ്രത്യക്ഷ തെളിവുകളായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യാജനിർമ്മിതമായ ഒരു ജാലവിദ്യ മാത്രമാണ്. പൂർവ്വപിതാക്കളിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. وقال موسى ربي أعلم بمن جاء بالهدى من عنده ومن تكون له عاقبة الدار إنه لا يفلح الظالمون. മൂസാ നബി പറഞ്ഞു, എന്റെ നാഥൻ അവന്റെ പക്കൽ നിന്ന് സന്മാർഗവും കൊണ്ടുവന്നവൻ ആരാണെന്നും ഇഹലോകമാകുന്ന ഈ ഭവനത്തിന്റെ ശുഭപര്യവസാനം ആർക്കാണുണ്ടാവുകയെന്നും നല്ലതുപോലെ അറിയുന്നവനാണ്. അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല തന്നെ. وقال فرعون يا أيها الملأ ما علمت لكم من إله غيري فأوقد لي يا هامان على الطين فاجعل لي صرحا لعلي أطلع إلى إله موسى وإني لأظنه من الكاذبين. ഫിർഔൻ പറഞ്ഞു, നേതാക്കളെ, ഞാനല്ലാതെ യാതൊരു ഇലാഹും നിങ്ങൾക്കുള്ളതായി ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനാൽ ഓ ഹാമാൻ, എനിക്ക് നീ കളിമണ്ണിന്റെ ഇഷ്ടികയുണ്ടാക്കി അതിന്മേൽ തീ കത്തിക്കുക. എന്നിട്ട് നീ എനിക്ക് ഉയർന്ന ഒരു കെട്ടിടം നിർമ്മിച്ചു തരിക. മൂസായുടെ ഇലാഹിലേക്ക് ഞാനൊന്ന് എത്തി നോക്കട്ടെ. മറ്റൊരു ഇലാഹുണ്ടെന്ന വാദം നിശ്ചയമായും അവൻ കള്ളം പറയുന്നവരിൽ പെട്ടവനാണെന്നാണ് ഞാൻ കരുതുന്നത്. واستكبر هو وجنوده في الأرض بغير الحق وظنوا أنهم إلينا لا يرجعون.
അവനും അവന്റെ സൈന്യങ്ങളും അന്യായമായി അഹങ്കരിച്ചു. തങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ലെന്ന് അവർ ധരിക്കുകയും ചെയ്തു. فأخذناه وجنوده فنبذناهم في اليم فانظر كيف كان عاقبة الظالمين. അതുകൊണ്ട് അവനെയും അവന്റെ സൈന്യങ്ങളെയും നാം പിടികൂടി, എന്നിട്ട് അവരെ നാം സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു. അപ്പോൾ ആ അക്രമികളുടെ പര്യവസാനം എങ്ങനെയാണുണ്ടായതെന്ന് നോക്കുക. وجعلناهم أئمة يدعون إلى النار ويوم القيامة لا ينصرون. നാം അവരെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കളാക്കി. പുനരുത്ഥാന നാളിൽ അവർ സഹായിക്കപ്പെടുകയില്ല. وأتبعناهم في هذه الدنيا لعنة ويوم القيامة هم من المقبوحين. ഈ ലോകത്ത് വെച്ച് അവരുടെ പിന്നാലെ നാം ശാപം തുടർത്തുകയും ചെയ്തു. പുനരുത്ഥാന നാളിൽ അവർ നമ്മുടെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ടവരുടെ കൂട്ടത്തിലുമായിരിക്കും. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ مِنْ بَعْدِ مَا أَهْلَكْنَا الْقُرُونَ الْأُولَى بَصَائِرَ لِلنَّاسِ وَهُدًى وَرَحْمَةً لَعَلَّهُمْ يَتَذَكَّرُونَ. പൂർവ്വതലമുറകളെ നശിപ്പിച്ചതിനു ശേഷം ജനങ്ങൾക്ക് ഉൾക്കാഴ്ചയും മാർഗദർശനവും കാരുണ്യവുമായി മൂസാ നബിക്ക് നാം വേദഗ്രന്ഥം നൽകുക തന്നെ ചെയ്തു. അവർ ചിന്തിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. وَمَا كُنْتَ بِجَانِبِ الْغَرْبِيِّ إِذْ قَضَيْنَا إِلَى مُوسَى الْأَمْرَ وَمَا كُنْتَ مِنَ الشَّاهِدِينَ. നബിയെ, മൂസാ നബിക്ക് നാം ആ കാര്യം പ്രവാചകത്വം അറിയിച്ചു കൊടുത്തപ്പോൾ തൂർ പർവ്വതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താങ്കൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ സാക്ഷികളിൽപ്പെട്ട ആളുമായിരുന്നില്ല താങ്കൾ. وَلَكِنَّا أَنشَأْنَا قُرُونًا فَتَطَاوَلَ عَلَيْهِمُ الْعُمُرُ وَمَا كُنْتَ ثَاوِيًا فِي أَهْلِ مَدْيَنَ تَتْلُو عَلَيْهِمْ آيَاتِنَا وَلَكِنَّا كُنَّا مُرْسِلِينَ. പക്ഷേ നാം പിന്നീട് പല തലമുറകളെയും സൃഷ്ടിക്കുകയും അങ്ങനെ അവരുടെ ആയുഷ്കാലം ദീർഘിപ്പിക്കുകയും ചെയ്തു. മദിയൻകാർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് താങ്കൾ അവരുടെ കൂട്ടത്തിൽ താമസിക്കുന്ന ആളുമായിട്ടില്ല. പക്ഷേ നാം പ്രവാചകരെ നിയോഗിക്കുന്നവരായിട്ടുണ്ട്. وَمَا كُنْتَ بِجَانِبِ الطُّورِ إِذْ نَادَيْنَا وَلَكِنْ رَحْمَةً مِّن رَّبِّكَ لِتُنذِرَ قَوْمًا مَّا أَتَاهُم مِّن نَّذِيرٍ مِّن قَبْلِكَ لَعَلَّهُمْ يَتَذَكَّرُونَ. മൂസാ നബിയെ നാം വിളിച്ചപ്പോൾ തൂർ പർവ്വതത്തിന്റെ പാർശ്വഭാഗത്ത് താങ്കളുണ്ടായിരുന്നില്ല. പക്ഷേ താങ്കളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം മൂലമാണ് താങ്കളെ റസൂലായി അയക്കുകയും ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തത്. താങ്കളുടെ മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയെ താങ്കൾ താക്കീത് ചെയ്യാൻ വേണ്ടിയാണത്. അവർ ചിന്തിക്കുന്നവരാകാൻ വേണ്ടിയാണ് അവരെ താക്കീത് ചെയ്യുന്നത്. وَلَوْلَا أَن تُصِيبَهُم مُّصِيبَةٌ بِمَا قَدَّمَتْ أَيْدِيهِمْ فيقولوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك ونكون من المؤمنين. തങ്ങൾ മുമ്പ് ചെയ്ത തെറ്റുകളുടെ ഫലമായി അവർക്ക് വല്ല ശിക്ഷയും ബാധിക്കുകയും അപ്പോൾ ഞങ്ങളുടെ റബ്ബേ, എന്തുകൊണ്ട് നീ ഞങ്ങൾക്കൊരു റസൂലിനെ അയച്ചു തന്നില്ല? അങ്ങനെ അയച്ചു തന്നിരുന്നെങ്കിൽ നിന്റെ വചനങ്ങളെ ഞങ്ങൾ പിന്തുടരുകയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞേക്കുകയും ചെയ്യുകയില്ലായിരുന്നെങ്കിൽ താങ്കളെ നാം അവരിലേക്ക് അയക്കുമായിരുന്നില്ല. فَلَمَّا جَاءَهُمُ الْحَقُّ مِنْ عِنْدِنَا قَالُوا لَوْلَا أُوتِيَ مِثْلَ مَا أُوتِيَ مُوسَى أَوَلَمْ يَكْفُرُوا بِمَا
أُوتِيَ مُوسَى مِن قَبْلُ قَالُوا سِحْرَانِ تَظَاهَرَا وَقَالُوا إِنَّا بِكُلٍّ كَافِرُونَ. അങ്ങനെ നമ്മുടെ അടുത്തുനിന്നും സത്യം വന്നു കിട്ടിയപ്പോൾ അവർ പറയുകയാണ്, മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് ദൃഷ്ടാന്തങ്ങൾ, ഇയാൾക്ക് നൽകപ്പെടാത്തതെന്താണ്? ഇതിനു മുമ്പ് മൂസാക്ക് നൽകപ്പെട്ടതിനെ അവർ നിഷേധിച്ചില്ലേ? അവർ പറഞ്ഞു, ഇവ രണ്ടും തൗറാത്തും ഖുർആനും പരസ്പരം പിന്തുണ നൽകുന്ന രണ്ട് ജാലവിദ്യകളാണ്. തീർച്ചയായും ഞങ്ങൾ ഇതെല്ലാം നിഷേധിക്കുന്നവരാണ് എന്നും അവർ പറഞ്ഞു. قُلْ فَأْتُوا بِكِتَابٍ مِّنْ عِندِ اللَّهِ هُوَ أَهْدَىٰ مِنْهُمَا أَتَّبِعْهُ إِن كُنتُمْ صَادِقِينَ. നബിയെ പറയുക, എന്നാൽ അവ രണ്ടിനേക്കാൾ മാർഗദർശനം നൽകുന്ന അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു വേദഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരിക, ഞാനത് പിന്തുടർന്നു കൊള്ളാമല്ലോ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതൊന്ന് കാണട്ടെ. فَإِن لَّمْ يَسْتَجِيبُوا لَكَ فَاعْلَمْ أَنَّمَا يَتَّبِعُونَ أَهْوَاءَهُمْ وَمَنْ أَضَلُّ مِمَّنِ اتَّبَعَ هَوَاهُ بِغَيْرِ هُدًى مِّنَ اللَّهِ إِنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الظَّالِمِينَ. എന്നിട്ട് അവരതിന് താങ്കൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ തീർച്ചയായും അവർ തങ്ങളുടെ ദേഹേച്ഛകളെ മാത്രം പിന്തുടരുകയാണ് ചെയ്യുന്നതെന്ന് താങ്കൾ അറിഞ്ഞുകൊള്ളുക. അള്ളാഹുവിങ്കൽ നിന്ന് യാതൊരു മാർഗദർശനവും കൂടാതെ തന്റെ ദേഹേച്ഛയെ പിന്തുടരുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണ്? തീർച്ചയായും അക്രമികളായ ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. وَلَقَدْ وَصَّلْنَا لَهُمُ الْقَوْلَ لَعَلَّهُمْ يَتَذَكَّرُونَ. നാം അവർക്ക്, മക്കക്കാർക്ക്, ഈ വചനത്തെ, ഖുർആനെ ഒന്നിനു ശേഷം മറ്റൊന്നായി ചേർത്തു വിവരിച്ചു കൊടുക്കുക തന്നെ ചെയ്തിരിക്കുന്നു, അവർ ചിന്തിക്കാൻ വേണ്ടി. الَّذِينَ آتَيْنَاهُمُ الْكِتَابَ مِن قَبْلِهِ هُم بِهِ يُؤْمِنُونَ. ഈ ഖുർആന്റെ മുമ്പ് നാം വേദം നൽകിയവർ തന്നെ ഇതിൽ വിശ്വസിക്കുന്നവരാണ്. وَإِذَا يُتْلَى عَلَيْهِمْ قَالُوا آمَنَّا بِهِ إِنَّهُ الْحَقُّ مِنْ رَبِّنَا إِنَّا كُنَّا مِنْ قَبْلِهِ مُسْلِمِينَ. ഇതവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും, ഇതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യം തന്നെയാണിത്. തീർച്ചയായും ഞങ്ങൾ ഇതിനു മുമ്പേ മുസ്ലിങ്ങളായി കഴിഞ്ഞവരാണ്. أُولَئِكَ يُؤْتَوْنَ أَجْرَهُم مَّرَّتَيْنِ بِمَا صَبَرُوا وَيَدْرَءُونَ بِالْحَسَنَةِ السَّيِّئَةَ وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ. അവർക്ക് തങ്ങൾ ക്ഷമിച്ചതിന് നിമിത്തം അവരുടെ പ്രതിഫലം ഇരട്ടിയായി നൽകപ്പെടും. അവർ നന്മ കൊണ്ട് തിന്മയെ തടയുന്നു, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. وَإِذَا سَمِعُوا اللَّغْوَ أَعْرَضُوا عَنْهُ وَقَالُوا لَنَا أَعْمَالُنَا وَلَكُمْ أَعْمَالُكُمْ سَلَامٌ عَلَيْكُمْ لَا نَبْتَغِي الْجَاهِلِينَ. അവർ അനാവശ്യമായ വാക്കുകൾ കേട്ടാൽ അതിൽ നിന്ന് തിരിഞ്ഞുകളയുകയും ഇങ്ങനെ പറയുകയും ചെയ്യും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങൾക്ക് സലാം, വിഡ്ഢികളുടെ മാർഗം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. إِنَّكَ لَا تَهْدِي مَنْ أَحْبَبْتَ وَلَكِنَّ اللَّهَ يَهْدِي مَن يَشَاءُ وَهُوَ أَعْلَمُ بِالْمُهْتَدِينَ. നബിയെ, താങ്കൾ ഇഷ്ടപ്പെട്ടവരെ താങ്കൾ നേർമാർഗത്തിലാക്കുകയില്ല, പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു. സന്മാർഗം പ്രാപിക്കുന്നവരെ പറ്റി അവൻ ഏറ്റവും അറിയുന്നവനാണ്. وَقَالُوا إِن نَّتَّبِعِ الْهُدَىٰ مَعَكَ نُتَخَطَّفْ مِنْ أَرْضِنَا أَوَلَمْ نُمَكِّن لَّهُمْ حَرَمًا آمِنًا يُجْبَىٰ إِلَيْهِ ثَمَرَاتُ كُلِّ شَيْءٍ رِزْقًا مِّن لَّدُنَّا وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ.
അവർ പറയുന്നു, മുഹമ്മദേ, സന്മാർഗം പിന്തുടരുന്നതിൽ നിങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെടുന്നതാണ്. അള്ളാഹു ചോദിക്കുന്നു, നാം അവർക്ക് നിർഭയമായ ഹറം, ആദരണീയമായ സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടില്ലേ? നമ്മുടെ പക്കൽ നിന്നുള്ള ആഹാരമായി എല്ലാ വസ്തുക്കളുടെയും ഫലങ്ങൾ അവിടേക്ക് ശേഖരിച്ചു കൊണ്ടുവരപ്പെടുന്നു. പക്ഷേ അവരിൽ അധിക പേരും യാഥാർത്ഥ്യം അറിയുന്നില്ല. وَكَمْ أَهْلَكْنَا مِنْ قَرْيَةٍ بَطِرَتْ مَعِيشَتَهَا فَتِلْكَ مَسَاكِنُهُمْ لَمْ تُسْكَنْ مِنْ بَعْدِهِمْ إِلَّا قَلِيلًا وَكُنَّا نَحْنُ الْوَارِثِينَ. തങ്ങൾക്ക് ലഭിച്ച ജീവിതത്തിൽ അഹങ്കരിച്ച എത്ര പട്ടണവാസികളെയാണ് നാം നശിപ്പിച്ചത്. എന്നിട്ടതാ അവരുടെ വാസസ്ഥലങ്ങൾ അവർക്ക് ശേഷം അപൂർവമായിട്ടല്ലാതെ അതിൽ താമസമുണ്ടായിട്ടില്ല. നാം തന്നെയാണ് അവയുടെ അവകാശികളായി തീർന്നത്. وَمَا كَانَ رَبُّكَ مُهْلِكَ الْقُرَى حَتَّى يَبْعَثَ فِي أُمِّهَا رَسُولًا يَتْلُو عَلَيْهِمْ آيَاتِنَا وَمَا كُنَّا مُهْلِكِي الْقُرَى إِلَّا وَأَهْلُهَا ظَالِمُونَ. താങ്കളുടെ റബ്ബ് നാടുകളുടെ കേന്ദ്രത്തിൽ അവർക്ക് നമ്മുടെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുന്ന റസൂലിനെ നിയോഗിക്കുന്നതുവരെ ആ നാടുകളെ നശിപ്പിക്കുന്നവനായിട്ടില്ല. നാട്ടുകാർ അക്രമികളായി തീരുമ്പോഴല്ലാതെ അവരെ നാം നശിപ്പിക്കുന്നവരായിട്ടില്ല. وَمَا أُوتِيتُم مِّن شَيْءٍ فَمَتَاعُ الْحَيَاةِ الدُّنْيَا وَزِينَتُهَا وَمَا عِندَ اللَّهِ خَيْرٌ وَأَبْقَى أَفَلَا تَعْقِلُونَ. സുഖസൗകര്യങ്ങളായി നിങ്ങൾക്ക് എന്തെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിന്റെ സുഖഭോഗങ്ങളും അതിന്റെ അലങ്കാരങ്ങളുമാകുന്നു. അല്ലാഹുവിങ്കലുള്ളതാണ് ഏറ്റവും ഉത്തമവും അനശ്വരവുമായത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? أَفَمَنْ وَعَدْنَاهُ وَعْدًا حَسَنًا فَهُوَ لَاقِيهِ كَمَنْ مَتَّعْنَاهُ مَتَاعَ الْحَيَاةِ الدُّنْيَا ثُمَّ هُوَ يَوْمَ الْقِيَامَةِ مِنَ الْمُحْضَرِينَ. അപ്പോൾ ഏതൊരുത്തനു നാം നല്ല ഒരു വാഗ്ദാനം ചെയ്യുകയും എന്നിട്ട് അത് അവന് ലഭിക്കുകയും ചെയ്യുന്നുവോ അവൻ ഐഹിക ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾ നാം അനുഭവിപ്പിക്കുകയും അനന്തരം പുനരുത്ഥാന നാളിൽ നരകശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യുന്നവനെ പോലെയാണോ? وَيَوْمَ يُنَادِيهِمْ فَيَقُولُ أَيْنَ شُرَكَائِيَ الَّذِينَ كُنتُمْ تَزْعُمُونَ. അള്ളാഹു അവരെ വിളിക്കുകയും എന്നിട്ട് നിങ്ങൾ ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ എന്റെ പങ്കാളികൾ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക. قَالَ الَّذِينَ حَقَّ عَلَيْهِمُ الْقَوْلُ رَبَّنَا هَؤُلَاءِ الَّذِينَ أَغْوَيْنَاهُمْ كَمَا غَوَيْنَا تَبَرَّأْنَا إِلَيْكَ مَا كَانُوا إِيَّانَا يَعْبُدُونَ. അന്ന് ആരുടെ മേൽ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നുവോ അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ വഴിപിഴപ്പിച്ചവർ ഇക്കൂട്ടരാണ്. ഞങ്ങളെ വഴിപിഴപ്പിച്ചതുപോലെ ഇവരെ ഞങ്ങൾ വഴിപിഴപ്പിച്ചു. ഞങ്ങളിതാ നിന്നിലേക്ക് അവരെ സംബന്ധിച്ച ഉത്തരവാദിത്തം ഒഴിഞ്ഞു തന്നിരിക്കുന്നു. അവർ ഞങ്ങളെ ആരാധിക്കുന്നവരായിരുന്നില്ല. وَقِيلَ دَعُوا شُرَكَاءَكُمْ فَدَعَوْهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ وَرَأَوُا الْعَذَابَ لَوْ أَنَّهُمْ كَانُوا يَهْتَدُونَ. നിങ്ങളുടെ പങ്കാളികളെ വിളിക്കുക എന്ന് അവരോട് പറയപ്പെടും. അപ്പോൾ അവർ അവരെ വിളിച്ചു നോക്കും. അന്നേരം അവർ ഉത്തരം നൽകുകയില്ല. അവർ ശിക്ഷ കാണുകയും ചെയ്യും. തങ്ങൾ സന്മാർഗം പ്രാപിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ കൊതിക്കും. وَيَوْمَ يُنَادِيهِمْ فَيَقُولُ مَاذَا أَجَبْتُمُ الْمُرْسَلِينَ. അള്ളാഹു അവരെ വിളിക്കുകയും എന്നിട്ട് മുർസലുകൾക്ക് നിങ്ങൾ എന്ത് മറുപടിയാണ് കൊടുത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക. فَعَمِيَتْ عَلَيْهِمُ الْأَنْبَاءُ يَوْمَئِذٍ
فهم لا يتساءلون അന്ന് വാർത്തകൾ അവർക്ക് അന്ധമായി പോകും. തന്നിമിത്തം അവർ പരസ്പരം ഒന്നും ചോദിച്ചറിയുകയില്ല. فأما من تاب وآمن وعمل صالحا فعسى أن يكون من المفلحين. എന്നാൽ ആരെങ്കിലും പശ്ചാത്തപിച്ചു മടങ്ങുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവൻ വിജയികളിൽപ്പെട്ടവനായേക്കാം. وَرَبُّكَ يَخْلُقُ مَا يَشَاءُ وَيَخْتَارُ مَا كَانَ لَهُمُ الْخِيَرَةُ سُبْحَانَ اللَّهِ وَتَعَالَى عَمَّا يُشْرِكُونَ. താങ്കളുടെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമില്ല. അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. وَرَبُّكَ يَعْلَمُ مَا تُكِنُّ صُدُورُهُمْ وَمَا يُعْلِنُونَ. താങ്കളുടെ റബ്ബ് അവരുടെ ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അറിയുന്നു. وَهُوَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ لَهُ الْحَمْدُ فِي الْأُولَى وَالْآخِرَةِ وَلَهُ الْحُكْمُ وَإِلَيْهِ تُرْجَعُونَ. അവൻ അല്ലാഹുവാണ്. അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഇഹലോകത്തും പരലോകത്തും എല്ലാ സ്തുതിയും അവനാകുന്നു. അവന് തന്നെയാണ് ആജ്ഞാധികാരവും. അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. قُلْ أَرَأَيْتُمْ إِنْ جَعَلَ اللَّهُ عَلَيْكُمُ اللَّيْلَ سَرْمَدًا إِلَى يَوْمِ الْقِيَامَةِ مَنْ إِلَٰهٌ غَيْرُ اللَّهِ يَأْتِيكُمْ بِضِيَاءٍ أَفَلَا تَسْمَعُونَ. നബിയെ, അവരോട് താങ്കൾ പറയുക, അന്ത്യനാൾ വരെ എല്ലാ സമയവും അല്ലാഹു നിങ്ങളുടെ മേൽ രാത്രിയെ നിലനിർത്തിയിരുന്നെങ്കിൽ അവനല്ലാതെ ഏതൊരിലാഹാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തരുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. എന്നിട്ടും നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? قُلْ أَرَأَيْتُمْ إِنْ جَعَلَ اللَّهُ عَلَيْكُمُ النَّهَارَ سَرْمَدًا إِلَى يَوْمِ الْقِيَامَةِ مَنْ إِلَٰهٌ غَيْرُ اللَّهِ يَأْتِيكُمْ بِلَيْلٍ مَنْ إِلَٰهٌ غَيْرُ اللَّهِ يَأْتِيكُمْ بِلَيْلٍ تَسْكُنُونَ فِيهِ أَفَلَا تُبْصِرُونَ. താങ്കൾ പറയുക, അന്ത്യനാൾ വരെ എല്ലാ സമയവും അല്ലാഹു നിങ്ങളുടെ മേൽ പകൽ തന്നെ നിലനിർത്തിയിരുന്നെങ്കിൽ അവനല്ലാതെ ഏതൊരിലാഹാണ് നിങ്ങൾക്ക് അടങ്ങിയിരിക്കാനുള്ള രാവ് കൊണ്ടുവന്നു തരുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. എന്നിട്ടും നിങ്ങളിത് കണ്ടറിയുന്നില്ലേ? وَمِنْ رَحْمَتِهِ جَعَلَ لَكُمُ اللَّيْلَ وَالنَّهَارَ لِتَسْكُنُوا فِيهِ وَلِتَبْتَغُوا مِنْ فَضْلِهِ وَلَعَلَّكُمْ تَشْكُرُونَ. അവന്റെ കാരുണ്യ നിമിത്തം നിങ്ങൾക്കവൻ രാവും പകലും സൃഷ്ടിച്ചു തന്നു. നിങ്ങൾക്കതിൽ രാത്രിയിൽ അടങ്ങിയിരിക്കാനും പകലിൽ അവന്റെ അനുഗ്രഹത്തിൽ നിന്നും ജീവിതമാർഗം അന്വേഷിക്കാനും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടി. وَيَوْمَ يُنَادِيهِمْ فَيَقُولُ أَيْنَ شُرَكَائِيَ الَّذِينَ كُنْتُمْ تَزْعُمُونَ. അല്ലാഹു അവരെ വിളിക്കുകയും എന്നിട്ട് നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ എന്റെ പങ്കുകാർ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക. وَنَزَعْنَا مِنْ كُلِّ أُمَّةٍ شَهِيدًا فَقُلْنَا هَاتُوا بُرْهَانَكُمْ فَعَلِمُوا أَنَّ الْحَقَّ لِلَّهِ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ. എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം പുറത്തു കൊണ്ടുവരും. എന്നിട്ട് നിങ്ങളുടെ തെളിവ് കൊണ്ടുവരിക എന്ന് സത്യനിഷേധികളോട് നാം പറയും. അപ്പോൾ തീർച്ചയായും ഇലാഹായിരിക്കാനുള്ള അവകാശം അല്ലാഹുവിനാണെന്ന് അവരറിയും. അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരുന്നതെല്ലാം അവരിൽ നിന്ന് മറഞ്ഞു പോകുന്നതാണ്. إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح
إذ قال له قومه لا تفرح إن الله لا يحب الفرحين. ഖാറൂൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവൻ തന്നെയായിരുന്നു. എന്നിട്ടവരോടവൻ ധിക്കാരം പ്രവർത്തിച്ചു. അവന് നാം ധാരാളം ധനനിക്ഷേപങ്ങൾ നൽകി. അതിന്റെ താക്കോലുകൾ തന്നെ ശക്തരായ ഒരു സംഘം ആളുകൾക്ക് ഭാരം നൽകുന്നതായിരുന്നു. തന്റെ ജനത അവനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നീ പുളകം കൊള്ളേണ്ട, തീർച്ചയായും പുളകം കൊള്ളുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയേയില്ല. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ പരലോക ഗുണം തേടിക്കൊള്ളുക. ഇഹത്തിൽ നിന്നുള്ള നിന്റെ വിഹിതം നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും ജനങ്ങൾക്ക് നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. കുഴപ്പം ഉണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون. അവൻ പറഞ്ഞു, എന്റെ പക്കലുള്ള അറിവിന്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്കിതെല്ലാം നൽകപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അവനു മുമ്പ് അവനേക്കാൾ കടുത്ത ശക്തിയും കൂടുതൽ സംഘബലവും ഉണ്ടായിരുന്ന തലമുറകളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് അവൻ അറിഞ്ഞിട്ടില്ലേ? കുറ്റവാളികളോട് തങ്ങളുടെ കുറ്റങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. അങ്ങനെ അവൻ തന്റെ ആഡംബരത്തിലായി തന്റെ സ്വജനതയിലേക്ക് പുറപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ഐഹിക ജീവിതം ഉദ്ദേശിക്കുന്നവർ പറഞ്ഞു, ഹാ, ഖാറൂന് നൽകപ്പെട്ടതുപോലെയുള്ളത് നമുക്കും ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തീർച്ചയായും അവൻ വലിയ ഭാഗ്യവാൻ തന്നെയാണ്. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. അറിവ് നൽകപ്പെട്ടവർ പറഞ്ഞു, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് നാശം. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലമാണുത്തമം. ക്ഷമാശാലികൾക്കല്ലാതെ അത് നൽകപ്പെടുകയില്ല. فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. അങ്ങനെ അവനെയും അവന്റെ ഭവനവും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ തന്നെ സഹായിക്കുന്ന ഒരു കക്ഷിയും അവനുണ്ടായില്ല. അവൻ സ്വയം രക്ഷ നേടുന്നവരിൽ പെട്ടവനുമായതുമില്ല. وأصبح الذين تمنوا مكانه بالأمس يقولون ويكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أمن الله علينا لخسف بنا ويكأنه لا يفلح الكافرون. ഇന്നലെ അവന്റെ സ്ഥാനം ആഗ്രഹിച്ചിരുന്നവർ ഇന്ന് രാവിലെ പറയുകയായി, അഹോ, അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം വിശാലമാക്കി കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന മറ്റു ചിലർക്ക് അത് കുടുസാക്കുകയും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അള്ളാഹു നമ്മോട് ഔദാര്യം കാണിച്ചിരുന്നില്ലെങ്കിൽ നമ്മെയും ഭൂമിയിൽ ആഴ്ത്തിക്കളയുമായിരുന്നു. കഷ്ടം, സത്യനിഷേധികൾ ജയിക്കുകയില്ലെന്നു തന്നെ തോന്നുന്നു. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا
والعاقبة للمتقين. ആ പരലോകഭവനം ഭൂമിയിൽ മേന്മയോ കുഴപ്പമോ ഉദ്ദേശിക്കാത്തവർക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. അന്തിമ വിജയം ഭക്തിയുള്ളവർക്കാകുന്നു. من جاء بالحسنة فله خير منها ومن جاء بالسيئة فلا يجزى الذين عملوا السيئات إلا ما كانوا يعملون. ആരെങ്കിലും നന്മയും കൊണ്ടുവന്നാൽ അവന് അതിനേക്കാൾ ഉത്തമമായ പ്രതിഫലമുണ്ട്. ആരെങ്കിലും തിന്മയും കൊണ്ടുവന്നാൽ തിന്മകൾ പ്രവർത്തിച്ചവർക്ക് അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമല്ലാതെ നൽകപ്പെടുകയില്ല. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് ഖുർ റബ്ബീ അഅലമു മൻ ജാഅ ബിൽഹുദാ വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. നബി, തീർച്ചയായും താങ്കളുടെ മേൽ ഖുർആൻ പ്രബോധനം ചെയ്യൽ നിർബന്ധമാക്കിയവൻ താങ്കളെ മടക്കസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവനാണ്. താങ്കൾ പറയുക, സന്മാർഗം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണെന്നും വ്യക്തമായ ദുർമാർഗത്തിലുള്ളവൻ ആരാണെന്നും എന്റെ റബ്ബ് നന്നായി അറിയുന്നവനാണ്. وما كنت ترجو أن يلقى إليك الكتاب إلا رحمة من ربك فلا تكونن ظهيرا للكافرين. നബിയെ, താങ്കൾക്ക് വേദഗ്രന്ഥം നൽകപ്പെടുമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ താങ്കളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമായി മാത്രമാണ് അത് ലഭിച്ചത്. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും സത്യനിഷേധികൾക്ക് സഹായിയാകരുത്. ولا يصدنك عن آيات الله بعد إذ أنزلت إليك وادع إلى ربك ولا تكونن من المشركين. അള്ളാഹുവിന്റെ വചനങ്ങൾ അനുവദിച്ചു കിട്ടിയതിനു ശേഷം അവയിൽ നിന്ന് താങ്കളെ അവർ സത്യനിഷേധികൾ തടഞ്ഞു നിർത്തരുത്. താങ്കളുടെ റബ്ബിലേക്ക് താങ്കൾ ജനങ്ങളെ ക്ഷണിക്കുക. തീർച്ചയായും ബഹുദൈവ വിശ്വാസികളിൽ താങ്കൾ പെട്ടുപോകരുത്. ولا تدع مع الله إلها آخر لا إله إلا هو كل شيء هالك إلا وجهه له الحكم وإليه ترجعون. അള്ളാഹുവോടൊപ്പം മറ്റൊരിലാഹിനെയും താങ്കൾ ഇബാദത്ത് ചെയ്യരുത്. അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അവനല്ലാത്ത എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. അവനാണ് നിയമാധികാരം. അവങ്കലേക്കു തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതാണ്.